നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ചില ദിവസങ്ങളുണ്ട് നമ്മൾ ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന ചില സ്പെഷ്യൽ ഡേയ്സ്. അപ്പോൾ അതുപോലൊരു ദിവസമാണ് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക്, അതായത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും. പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. October 24 ഞങ്ങളുടെ 10 years ആണ് കേട്ടോ. അപ്പോൾ 10th ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. നമ്മളുടെ ട്രീയും അതുപോലെ ക്രിബും നമ്മുടെ എല്ലാ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ബാഗാണ്. അപ്പോൾ ആ ബാഗിൽ നിന്ന് ഞാൻ 1-2 ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു. പണ്ട് നമ്മുടെ മോഹൻലാൽ, അതായത് ഇന്നത്തെ ചിന്താവിഷൻ സിനിമയുണ്ടല്ലോ, അതിലൊരു ഡയലോഗ് ഉണ്ട്. ആ സത്യത്തിൽ സിനിമ കാണുന്ന സമയത്ത് എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡയലോഗൊന്നും കേട്ടപ്പോൾ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ സിനിമ വീണ്ടും കാണുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നത്. ആ ഒരു സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, അതിൽ അവർ 3 ആളും ഡൈവോഴ്സിന് വേണ്ടിയിട്ട് നോക്കുന്നവരാണ്. കാരണം അവർ തമ്മിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ചേരാൻ പറ്റാത്ത കാരണം, പല കാര്യങ്ങളും അവർക്ക് യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ഡൈവോഴ്സിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ നമ്മുടെ മോഹൻലാൽ പറയുന്നുണ്ട്, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾക്ക് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാത്തതുകൊണ്ട് ഒരു കൈപ്പേറിയ ഒരു ലൈഫ് പോലെ ആയിരിക്കും. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങണോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നു, അപ്പോഴാണ് ആ ഒരു ലൈഫ് കൂടുതൽ മധുരമുള്ളതാവണത്. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ ആ ഒരു സാരാംശം ആ ഒരു ഡയലോഗിൻ്റെ എന്തായാലും ഇങ്ങനെ തന്നെയാണ്. ക്രിസ്മസിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ലൈറ്റ്സൊക്കെ ആവശ്യം. എന്നാൽ പിന്നെ ഈ കുറച്ച് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. 10th ആനിവേഴ്സറി ആയതുകൊണ്ട് ഒന്ന് സ്പെഷ്യൽ ആക്കണമല്ലോ. നമ്മളെല്ലാ വർഷവും നമ്മുടെ മെയിൻ ഹാളിൽ ആ ഒരു ടേബിളിൽ വെച്ചിട്ട് ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കുക. ഇതാണ് നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് നമ്മുടെ ബെഡ്റൂമിൽ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് പോലെ ആക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും സ്ഥിരം കാണുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടും സെറ്റപ്പൊക്കെ ആയതുകൊണ്ട് ഇതെന്തായാലും ഈ അടുത്ത് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോ വോളാക്കിയിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഒന്ന് ലൈറ്റ് ഇട്ടിട്ടൊന്ന് റെഡിയാക്കിയാലോ എന്ന് വിചാരിച്ചു. ലൈറ്റ് ഇടുന്നതിനെ കുറിച്ചിട്ടൊന്നും വലിയൊരു ധാരണയൊന്നുമില്ല. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ക്രിസ്മസിന് വാങ്ങിച്ചിട്ടുള്ള ലൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ബാറ്ററി ഇട്ടിട്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ പണിയില്ലല്ലോ. പിന്നെ ആ ബാറ്ററി ആണെങ്കിലും ഇതുപോലെ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ആവശ്യം വരുന്നുള്ളതുകൊണ്ട് അതൊക്കെ മാറ്റിയെടുത്ത് സൂക്ഷിച്ചിട്ടും ഉണ്ടായിരുന്നു. മനസ്സിൽ ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടുള്ള ഐഡിയ ഒന്നും അല്ല. ഈ ഫോട്ടോസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റും ഒരു ഹാർട്ട് ഷേപ്പ് പോലെ ആക്കിയിട്ട് ലൈറ്റ് ഇടാം. പിന്നെ ഒരു ലൈറ്റ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ടേബിളിലും വെക്കാമെന്ന് വിചാരിച്ചു. അതായത് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഇടുന്ന ഈ ലൈറ്റ് എന്ന് പറയുന്നത് വാം ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ ലൈറ്റ് മാത്രം ഇട്ടിട്ട് നമ്മുടെ ബെഡ്റൂമിൽ ഓൾറെഡി ഉണ്ടാവുന്ന ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അത് ഓഫ് ചെയ്തിട്ട് ഈ നമ്മളിപ്പോൾ വെക്കുന്ന ഈ ലൈറ്റ്സിൻ്റെ ആ ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന ടേബിളിലും കൂടി വെക്കാമെന്ന് വിചാരിച്ചത്. എന്നാലാണല്ലോ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ വേറെ ലൈറ്റ്സ് ഇല്ലെങ്കിൽ, പക്ഷേ നമ്മൾ റൂമിലുള്ള ലൈറ്റും കൂടി ഇടുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനുള്ള ആ ഒരു അട്രാക്ഷൻ പോവും. കാരണം നമ്മൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഇത് കുറഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് ബെഡ്റൂമിൽ ലൈറ്റ് ഇടാണ്ട് ഈ 2 ലൈറ്റ് മാത്രം ഇടാമെന്ന് വിചാരിച്ചത്. ഭാഗ്യത്തിന് എൻ്റെ 2 ഹെൽപ്പേഴ്സും നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയപ്പോഴേക്കും ഉച്ചയ്ക്ക് അവർ വന്നിട്ട് പിന്നെ TV ഒക്കെ കണ്ട് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ 2 ആളും കൂടി വന്നിട്ട് എന്നെ സഹായിക്കാൻ വരും. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ചെയ്യാനും പറ്റില്ല. ഓരോരുത്തർ സിസേഴ്സ് എടുത്തിട്ട് കട്ട് ചെയ്യാനും അതുപോലെ ഇതൊക്കെ പിടിച്ചു തരാൻ വരുമ്പോൾ എൻ്റെ കൺട്രോളും പോവും. പിന്നെ വിചാരിച്ച പോലെ ചെയ്യാനും പറ്റില്ല. ഭാഗ്യത്തിന് അവർ 2 ആളും ആ ഒരു സമയമായപ്പോഴേക്കും നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ 2 ആളും ഈ ചെയ്യണതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് കേട്ടോ. അതായത് അന്ന് ആ ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒന്ന് ആക്കിയാലോ എന്ന് തോന്നിയത്. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊന്നും മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക, നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ലൈറ്റും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുമെന്നും ഒരു ഇതുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇനി കുറേ അന്വേഷിച്ച് തപ്പി നടക്കേണ്ടി വരും. ഇനി ഏത് ബാഗിലാണ് വെച്ചേക്കണേന്ന് ഓർമ്മയില്ലാത്ത കാരണം. ഭാഗ്യത്തിന് പിന്നെ അന്ന് ആ സാധനങ്ങളൊക്കെ അതാത് ബാഗിൽ എടുത്തു വെച്ചതുകൊണ്ട് അത് അപ്പം തന്നെ നമുക്ക് കിട്ടി. നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്ത് എടുക്കുന്ന ഐറ്റംസൊക്കെ അത് കഴിയുമ്പോൾ, അതായത് ക്രിസ്മസ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസംബർ ആകുമ്പോൾ ട്രീയും അതുപോലെ ക്രിബും ഈ ലൈറ്റ്സൊക്കെ ഇടാനായിട്ട് വലിയ ഇൻട്രസ്റ്റാണ്. പക്ഷേ ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ന്യൂ ഇയറും കഴിഞ്ഞിട്ട് ഇതൊക്കെ തിരിച്ച് ബാഗിലേക്ക് കയറ്റാന്ന് പറയുന്നതിനാണ് സമയമെടുക്കുക. അതായത് അത് ഇതുപോലെ ഒതുക്കി തിരിച്ച് ബാഗിലേക്ക് വെക്കാമെന്ന് പറയുന്നത് കുറച്ച് മടിയുള്ള കാര്യമാണ്. ക്രിസ്മസ് കഴിഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും എല്ലാ ഐറ്റംസും അതൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്ത് ഓരോ ബാഗിലൊക്കെ ആക്കി വെച്ച കാരണം ഇപ്രാവശ്യം എന്താ പറയുക, ഇന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഒരു ഹാർട്ട് ഷേപ്പ് ആക്കാന്നുള്ളതാണ് ഒരു ഐഡിയ, അല്ലെങ്കിൽ മനസ്സിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഹാർട്ടൊന്നും അല്ല, എന്നാലും ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ ചെറിയ ഹാർട്ട് പോലെങ്കിൽ ആവും.
ഫസ്റ്റ് തന്നെ ആ ഫോട്ടോസിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ആദ്യത്തെ ലൈറ്റ് എടുത്തിട്ട് അവിടെ ഒന്ന് ചെറിയതായിട്ട് ഒന്ന് ടേപ്പ് ഒട്ടിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ സൈഡിലേക്ക് നമുക്ക് ഹാർട്ടിൻ്റെ ആ ഒരു ഷേപ്പ് അറിയാമല്ലോ അങ്ങനെ എടുത്തിട്ട് പിന്നെ വി ഷേപ്പ് പോലെ താഴേക്ക് കൊണ്ടുവന്നു. പിന്നെ അവിടെ നിന്ന് താഴെ നിന്ന് പിന്നെയും വി ഷേപ്പ് പോലെ നെക്സ്റ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ട് മേലേക്ക് കൊണ്ടുവന്നിട്ട് സെയിം അതേപോലെ, അതായത് ഹാർട്ടിൻ്റെ എന്താ പറയുക, രണ്ട് സൈഡും ഒരേ ഈ പോലെയാണല്ലോ, ഒരു ഹാഫും രണ്ട് ഹാഫ് ചേരുമ്പോൾ ആവുന്ന പോലെ ആയതുകൊണ്ട് അതേ ആ ഒരു സെയിം ഏകദേശം ഒരു അത്രയും ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ആക്കി എടുത്തു. കറക്റ്റ് ഇപ്പോൾ മെഷർമെൻ്റ് ഒന്നും നോക്കിയിട്ടുള്ള ഒരു ഹാർട്ടൊന്നും അല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു ഹാർട്ടൊക്കെ ആയിട്ട് കിട്ടി. നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഇതുപോലെയുള്ള ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട് കേട്ടോ. അതായത് നമുക്കിങ്ങനെ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് താഴെയൊക്കെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നമുക്ക് ടേബിളിലോ എവിടെ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ബെഡിലൊക്കെ ഇരുന്നിട്ടാണെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള പോലെയുള്ള ഒരു കുഞ്ഞൊരു ടേബിളാണ്. അങ്ങനെ ഒരു ടേബിൾ ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടേബിളാണ് എൻ്റെ മനസ്സിലെ പ്ലാൻ ഉണ്ടായിരുന്നത്, നമുക്ക് ബെഡിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കേക്ക് വെച്ച് കട്ട് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഈ ടേബിൾ വെച്ചു. ടേബിളിൻ്റെ മേലെ പിന്നെ ഒരു വൈറ്റ് ചെറിയൊരു കുഞ്ഞൊരു ടർക്കി പോലത്തെ ഒരു ഇത് ക്ലോത്ത് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ അതായത് ഇത് മോൻ്റെ മൈൽ സ്റ്റോൺസൊക്കെ ആയിട്ട് നമ്മൾ ഓരോ മാസത്തെയും നമ്മൾ ഫോട്ടോസ് എടുക്കുമല്ലോ, അങ്ങനെ എല്ലാ മാസത്തെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആ നമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. മറ്റേ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ളൊരു വൈറ്റ് ഭാഗമായതുകൊണ്ട് ആ ഒരു സൈഡിലേക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ, അതിനുള്ള സമയം നമുക്കുള്ളൂ, അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനും എനിക്കറിയില്ല. പിന്നെ നമ്മുടെ കയ്യിൽ വേറെയും ഒരു ബാറ്ററിയിൽ വർക്ക് ചെയ്യണ ഇതുപോലത്തെ ഒരു വാം കളർ ലൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു മാൽ ലൈറ്റ് കൊടുത്തു. ആ ലൈറ്റ് ചെറിയ ലൈറ്റാണ് കേട്ടോ, നമ്മൾ ഹാർട്ട് ഷേപ്പ് ആക്കിയിട്ടുള്ള മാൽ ലൈറ്റ് പോലെയല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പല ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അങ്ങനെ ഫ്ലെക്സിബിൾ ആവണ പോലത്തെയാണ്. അതായത് ഇങ്ങനെ ഈ നമ്മൾ സാധാരണ കാണുന്ന ഒരു ലൈറ്റ് തന്നെയല്ല, ഇങ്ങനെ കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ ഏത് ഷേപ്പിലേക്ക് ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലേക്ക് ആവുന്ന പോലെ. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്കൊന്ന് ഈവനിങ് പള്ളിയിലേക്ക് പോകണം. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു ലൈഫ് തന്നതിനും ഇതുപോലെ 2 കുഞ്ഞു മക്കളെ തന്നതിനൊക്കെ ദൈവത്തിനോട് എന്തായാലും നന്ദി പറയുന്നുണ്ടെങ്കിലും ഇന്ന് എന്തായാലും നമുക്ക് പള്ളിയിൽ പോയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചർച്ചിലെ മാസ് ടൈമിംഗ് എന്ന് പറയുന്നത് 7 PM ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കുർബാനയ്ക്ക് പോകാനായിട്ട് നമ്മളെല്ലാവരും റെഡി ആയിട്ട് അങ്ങനെ ഇറങ്ങി. നമ്മളെല്ലാവരും പലപ്പോഴും നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടായിരിക്കും അതൊക്കെ കിട്ടാനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ജോലി, അല്ലെങ്കിൽ കല്യാണം നടക്കാൻ, ഒരു വീട് ശരിയാവാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ദൈവത്തിനോട് പറയാൻ മറക്കാറില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴായാലും ഇതൊക്കെ ഇങ്ങനെയായിരിക്കും നമ്മൾ മെയിനായിട്ട് ചോദിക്കണം. പക്ഷെ അതിനേക്കാളും നമുക്ക് ഒരുപാട് ദൈവം തന്നിട്ടുണ്ടല്ലേ. നമുക്ക് ഈ ഒരു ലൈഫ് തന്നു, അതുപോലെ നമ്മുടെ പാരൻസ്, ഇതുപോലെ നല്ലൊരു ഫാമിലി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുള്ളതിന് നമ്മൾ നന്ദിയും പറയണം. അപ്പോൾ പലരും നമ്മൾ പലപ്പോഴും നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ മറക്കില്ല. പക്ഷെ തിരിച്ച് നമ്മൾക്ക് കിട്ടിയ കാര്യങ്ങൾക്കുള്ള നന്ദി പറയാനും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇതൊന്നും എനിക്ക് ഫസ്റ്റിൽ അറിയില്ലായിരുന്നു കേട്ടോ. ഫസ്റ്റിലൊക്കെ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം വേണം, ഇത് കിട്ടിയിട്ടില്ല, അത് വേണം, ഇതുപോലെയുള്ള ഓരോ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകാറുള്ളത്. പക്ഷെ പിന്നീടാണ് പല നമ്മുടെ ഇങ്ങനെ ധ്യാനങ്ങളും അല്ലെങ്കിൽ ഓരോ ടോക്കും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാളും നമുക്ക് എത്രയോ കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്കുള്ള താങ്ക് യു, അതൊക്കെ തന്നതിനുള്ളൊരു നന്ദി നമ്മൾ ആദ്യം പറയണ്ടേ. പള്ളിയിലെത്തിയപ്പോൾ നമ്മൾ സാധാരണ ഇടുന്ന പാർക്കിങ്ങിൽ നമുക്ക് കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് വേറെ സ്ഥലത്ത് വേണ്ടി പോകേണ്ടി വന്നു നമുക്ക് പാർക്കിങ് കിട്ടാനായിട്ട്. അതുകൊണ്ട് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുർബാനയൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാനിവിടെ വന്നതിന് ശേഷം കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബിരിയാണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിത്താജിൻ്റെ ബിരിയാണിയാണ് കേട്ടോ. പല ബിരിയാണി നമ്മുടെ തലശ്ശേരി ബിരിയാണി അല്ലെങ്കിൽ മന്തി, ദമ്മ്, അങ്ങനെ പല ടൈപ്പ് ബിരിയാണികളുള്ള വെറൈറ്റികളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇവിടെ കഴിച്ചതിൽ ആ ഒരു റിത്താജ് ബിരിയാണി കഴിച്ചതിൻ്റെ ആ ഒരു ചിക്കൻ 65ൻ്റെ ബിരിയാണി, ആ ഒരു ബിരിയാണി കഴിച്ച ടേസ്റ്റ് വേറെ ഒറ്റ ബിരിയാണിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡേയിൽ ആ ഒരു ബിരിയാണി വാങ്ങിക്കാനാണ് നമ്മൾ പള്ളിയിൽ നിന്ന് പിന്നെ നേരെ പോയത്. മക്കൾക്കുള്ള കുറച്ച് ടോയ്സ് വാങ്ങിച്ചിട്ട് അവിടെ രൂപത്തിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്ത് കൊടുക്കുന്നതിൻ്റെ, അത് കിട്ടുന്നതിൻ്റെ ആ ഒരു സന്തോഷമാണ് രണ്ടാളുടെ ഫേസിൽ കാണുന്നത്.
അവർ കുറേ നാളായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു ടോയ്സ് ആയിരുന്നു. അങ്ങനെ അത് നമ്മൾ ടെമുലോ ഓൺലൈനിൽ നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, ഈശോ ദൈവം തന്നതെന്നുള്ളതിൽ ആ രൂപത്തിനടുത്ത് വെച്ചിട്ടാണ് അവർക്കത് എടുത്തു കൊടുത്തത്. അത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് അവരുടെ മുഖത്ത്. അങ്ങനെ നമ്മൾ വേറെ ഒന്നും ചെയ്യണില്ല, ഒരു കേക്ക് കട്ട് ചെയ്യാന്നുള്ളതിൽ പറഞ്ഞിട്ട് ഹസ്ബൻഡ് കേക്ക് വാങ്ങിക്കാൻ പോയി. അപ്പോൾ മക്കൾ ഇപ്പോഴാണ് ഞാനിവിടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തത് കണ്ടത്. ഞാൻ വന്നതിന് ശേഷം ലൈറ്റൊക്കെ ഇട്ടിട്ട് നോക്കി എങ്ങനെയാണെന്ന്. ഹാർട്ടിൻ്റെ ഷേപ്പ് ഏകദേശം ഒരു ഹാർട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മക്കളാണെങ്കിലും കണ്ടപ്പോൾ പറഞ്ഞു കേട്ടോ, ഹാർട്ട് എന്നൊക്കെയുള്ളതിൽ ഷേപ്പൊക്കെ ഇപ്പോൾ പഠിക്കണതായതുകൊണ്ട് അവരത് കറക്റ്റ് പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലയെന്ന് എനിക്ക് തോന്നി. പിന്നെ ടേബിളിലുള്ള ലൈറ്റും നമ്മൾ ഇട്ട് വെച്ചു. കാരണം കണ്ടോ, ആ ഒരു ലൈറ്റ് ഇട്ടാലേ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മളുടെ ഫേസിലേക്ക് ലൈറ്റ് കിട്ടുള്ളൂ. കാരണം നമ്മൾ റൂമിൽ വേറെ ലൈറ്റ്സ് ഒന്നും ഇടാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നോക്കിയപ്പോൾ ഓക്കെ, വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. അങ്ങനെ അവർ രണ്ടാളും അവിടെ ഇരുന്ന് ആ കിട്ടിയ ടോയ്സൊക്കെ വെച്ചിട്ട് ടേബിളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് കേക്ക് വാങ്ങിക്കാൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചോദിച്ചു ചെറിയൊരു പീസ് കേക്ക് വാങ്ങിച്ചാൽ മതിയോന്ന്. കാരണം വലിയ കേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാനായിട്ട് ആരുമില്ല കേട്ടോ. കാരണം കേക്ക് അങ്ങനെ ഒരു പീസൊക്കെ കഴിക്കാമെന്നല്ലാതെ അങ്ങനെ ഒരുപാട് കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോണ്ട് അങ്ങനെ ഒരു കോളിംഗ് ബെല്ല് വന്നു. അങ്ങനെ ബെല്ലടിച്ചപ്പോൾ നോക്കാൻ പോയപ്പോഴാണ് കേക്കിൻ്റെ ഒപ്പം ഒരു വലിയൊരു ബൊക്കയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് ഉണ്ടാവാറുണ്ട്. ഈ ഒരു സർപ്രൈസ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുള്ള് റെഡ് റോസൊക്കെ വെച്ചിട്ടുള്ള ഒരു ബൊക്കെയൊക്കെ കിട്ടിയപ്പോൾ നല്ല ഹാപ്പിയായി. കാരണം ഒട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ആ ഒരു ബൊക്കയും കൂടിയും കിട്ടിയപ്പോൾ കേക്കിൻ്റെ സൈഡിൽ വെക്കാനൊരു കാര്യം കൂടി ആയല്ലോ. അപ്പോൾ എല്ലാം കൂടി വെച്ചിട്ട് എല്ലാം കൂടി ഈ ഒരു ടേബിൾ, കാരണം ഇത് ബെഡിൻ്റെ മുകളിൽ ടേബിൾ വെക്കുന്നതുകൊണ്ട് അതങ്ങനെ ഇരിക്കണത് അത്രയും അങ്ങോട്ടങ്ങ് കറക്റ്റായിട്ടല്ല. അതുകൊണ്ട് കേക്ക് ഇങ്ങനെ തട്ടിമറിഞ്ഞ് ബെഡിൽ വീഴുമെന്നും പേടിയുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനെല്ലാം സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. എന്തായാലും കഷ്ടപ്പെട്ടതിനുള്ള ഗുണം ഉണ്ടായെന്ന് മനസ്സിലായി. കാരണം ഇതൊക്കെ വെച്ചിട്ടുള്ള ആ ഫോട്ടോസും റീൽസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട്. കാരണം ഈ ഒരു ലൈറ്റും കൂടി വന്നപ്പോൾ പിന്നെ ചോക്ലേറ്റ് കേക്കാണല്ലോ. ഹസ്ബൻഡിന് ചോക്ലേറ്റിനോട് അത്ര വലിയ താല്പര്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കൾക്കാണെങ്കിലും ചോക്ലേറ്റ് കേക്കിനോടാണ് കൂടുതലൊരു ഇൻട്രസ്റ്റ്. അപ്പോൾ കിറ്റ്കാറ്റൊക്കെ സൈഡിലുള്ള ഒരു കുഞ്ഞൊരു ഹാഫ് kg ഒരു കേക്കാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടാണ് എന്തായാലും 10th ആനിവേഴ്സറി അല്ലേ, കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്നുള്ളതിൽ ഫുൾ കേക്കൊക്കെ വാങ്ങിച്ചത്. പിള്ളേർ അതിനേക്കാളും ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ കേക്ക് എങ്ങനെ കഴിയുന്നുള്ള പേടി ഉണ്ടായിരുന്നെങ്കിലും 2 ദിവസം കൊണ്ട് മക്കൾ രണ്ടാളും കൂടി അത് തീർത്ത് കിട്ടി. അതുകൊണ്ട് തന്നെ വാങ്ങിച്ചതിൽ നമുക്ക് അങ്ങനെ എന്താ പറയുക വിഷമിക്കേണ്ടി വന്നില്ല. അങ്ങനെ നമ്മൾ 4 ആളും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. മക്കളുടെ ഫേസ് വേണം പറയാമല്ലോ, അവർ അതിനേക്കാളും വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. കേക്ക് കണ്ടതിൻ്റെയാണ് കേട്ടോ. കേക്കിൽ നിന്ന് നമ്മൾ അവർക്ക് കട്ട് ചെയ്ത് ഓരോ പീസ് കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ സൈഡിൽ കിറ്റ്കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ആ ഓരോ പീസ് എടുത്തിട്ട് രണ്ടാളും കഴിച്ചു തുടങ്ങി. നമ്മളൊന്നും വെച്ച് കൊടുക്കേണ്ടി വന്നില്ല. അതിനേക്കാളും നേരത്തെ തന്നെ അവർ കേക്ക് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. പിന്നെ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് ഷെയർ ചെയ്ത് അങ്ങനെ നമ്മുടെ ആനിവേഴ്സറി കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളങ്ങനെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു. ഒരു കുഞ്ഞൊരു സെലിബ്രേഷൻ ആയിരുന്നു. പക്ഷേ നമ്മൾ എന്നത്തേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഒന്നുകൂടി സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ പിന്നെ ഇതിനേക്കാളും മുന്നുള്ള ഒരു 2 ആഴ്ച എല്ലാവർക്കും ഇവിടെ ചെറിയ പനിയും ചുമയൊക്കെ ആയിരുന്നു. ദൈവഭാഗ്യം കൊണ്ട് നമ്മുടെ ആ ഒരു കറക്റ്റ് ആ ഒരു ദിവസം ആകുമ്പോഴേക്കും എല്ലാവരും നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ ചെറിയൊരു ആഗ്രഹമാണ് നമ്മളുടെ ഇതുപോലെയുള്ള സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങൾ ഒന്ന് സ്പെഷ്യലാക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാന്നുള്ളത്. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബിരിയാണി എടുത്തിട്ടോ. ബിരിയാണി ആ ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ എടുത്തിട്ട് മക്കൾക്കൊക്കെ കൊടുത്തു. മക്കളാണെങ്കിൽ ചോറൊന്നും കഴിക്കില്ല. എന്ത് സാധനം കൊടുത്താലും അവർക്ക് തന്നെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഒന്നും കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു ബിരിയാണി ആണെങ്കിൽ അവർ തന്നെ കഴിച്ചോളും. രണ്ടാളും വലിയ മടിയില്ലാതെ രണ്ടാളും കൂടി കഴിക്കണ ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതന്നെ മേടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ കാണുന്നത് നമുക്ക് ഇവിടെ അബുദാബി ചർച്ചിലെ ഒരു ഓരോ മാസവും നമുക്ക് വെഡിങ് ആനിവേഴ്സറി, അതായത് ഓരോ മാസം മാസം കല്യാണം കഴിഞ്ഞവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഷോർട്സിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. നാട്ടിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഇതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു നമ്മളുടെ നാട്ടിൽ ഇതുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഇവരുടെ ഫിലിപ്പീൻസിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഉള്ള ഒരു കാര്യമായിരിക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ ഓരോ മാസവും ഇപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നത് ഒക്ടോബറിലായതുകൊണ്ട് ഒക്ടോബറിൽ ഒരു ഡേറ്റിൽ, അതുപോലെ എല്ലാ മാസവും ഉണ്ട് കേട്ടോ, ജൂൺ ജൂലൈ ഏത് മാസമാണെങ്കിലും ഡിസംബർ വരെ ആ മാസം വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നവർക്ക് ഒരു ദിവസം സ്പെഷ്യലായിട്ടുള്ളൊരു അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മാസും പിന്നെ ചെറിയൊരു പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണിത്.
അങ്ങനെ നമ്മളുടെ ആസ് യൂഷ്വൽ നമ്മളുടെ ഈവനിങ് 7 PM ആയിരിക്കും കുർബാനയുടെ സമയം എന്ന് പറയുന്നത്. ആ കുർബാനയുടെ ഇടയിലായിരിക്കും ഇതിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അതായത് നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് നമ്മൾ നമ്മുടെ വെഡ്ഡിങ് റിംഗ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു ചെറിയൊരു പ്രതിജ്ഞ പോലെയൊക്കെ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഒന്നും കൂടി ഇവിടെ നമ്മൾ പള്ളിയിൽ ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ നമ്മുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കത് കഴിഞ്ഞിട്ട് കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ പള്ളിയുടെ തന്നെ നമുക്ക് ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് നമ്മളിങ്ങനെ ഈ ഒരു മാസം അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് തന്നെ അവർ അവിടെ നമ്മുടെ ഫോട്ടോ ഫാമിലി ഫോട്ടോ ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ കപ്പിൾസായിട്ട് നമ്മുടെ കപ്പിൾ ഫോട്ടോ ആണെങ്കിലും നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു വർഷത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കണ്ടത്. അങ്ങനെ പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നമ്മളുടെ ഓരോ സ്പെഷ്യൽ ഡേയ്സും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്നും നമ്മുടെ ലൈഫിൽ ഇതുപോലെ ഹാപ്പിയാണെന്ന് വിചാരിക്കരുത്. എല്ലാ വീട്ടിലുള്ള പോലെ അടിയും ഇടിയും പിണക്കമൊക്കെ നമ്മുടെ വീട്ടിലും ഉണ്ടാവാറുണ്ട്. ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കുമല്ലോ എന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഒരു മാരേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ തന്നെയാണ്. അത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ രണ്ട് വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരാളുടെ ഇഷ്ടങ്ങളായിരിക്കില്ല മറ്റൊരാളുടെ ഇഷ്ടം. രണ്ടും രണ്ട് എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു ടോം ആൻഡ് ജെറി പോലെ. ടോമും ജെറിയും നമുക്കറിയാലോ, രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിപിടിയാണെങ്കിലും രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ